അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഞാനിങ്ങനെ അമ്മേനെ ഓരോ ദിവസം ഓരോന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. ഇന്ന് ഞാൻ പഠിപ്പിച്ചത് ഫിഷ് ഫ്രൈ ആണ്. പിന്നെ എപ്പോഴും നമ്മൾ സൈഡില് ഒരു തോരനുണ്ടാവും. പിന്നെ ഫിഷ് കറി ഉണ്ടാക്കിപ്പിച്ചിട്ടുണ്ട്. കുറച്ച് ചിക്കനും ഞാൻ വെക്കാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെന്ന്. കുഴപ്പമില്ലാണ്ട് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ടേസ്റ്റ് ഞാൻ വലിയ 2 ദിവസമായിട്ട് എനിക്ക് നല്ല. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ വെച്ചില്ല എന്നാണോ പറയണേ? അതെ അതെ, എന്നാലും ഒപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ ടേസ്റ്റ് നോക്കിയിട്ട് പറയാം. അപ്പൊ ഇന്ന് ഇതെന്താ ഇതിന്റെ പേര് പറഞ്ഞല്ലോ, സോറി, ബീട്രൂട്ട്. കുറച്ച് നേരം കൊണ്ട് ഞാൻ ഇതിന് ക്യാബേജ് എന്ന് പറഞ്ഞോണ്ടിരിക്കും. ബീട്രൂട്ട് ഉണ്ട്. ഞാൻ നോർമലി ഈ തോരൻ കുറച്ച് കൂടുതൽ കഴിക്കുന്ന ആളാണ്. ബീട്രൂട്ട് എടുത്തു ഞാൻ നമ്മൾ പോയിട്ട് ഉടുപ്പൊക്കെ മാറിയിട്ട് എന്തെങ്കിലും അത് ഭയങ്കര മോശം പോലുണ്ട്. എന്നാ പിന്നെ അമ്മയ്ക്ക് ഞാൻ സാലഡൊന്നും ഉണ്ടാക്കാൻ ധൃതിയല്ലേ. ഇന്ന് ഞാൻ കുക്ക് ചെയ്തോണ്ട് ഞാൻ വേണമെങ്കിൽ അമ്മയ്ക്ക് വിളമ്പിത്തരാം. ഞാനോ എന്നാ കുറച്ച് കിടക്കട്ടെ. ഇത് മതിയോ? ചിക്കൻ ഒരു ഇതിപ്പോ ആക്ച്വലി ഇപ്പൊ ഞാൻ 2 കഷ്ണം മതി. ആർക്ക് എടുക്കണേ? ഓക്കെ, 2 കഷ്ണം തരാം. അത് മതി, അതിന്റെ ആവശ്യമുള്ളൂ. എനിക്ക് വേണ്ട അതിനൊന്നും. എന്നാ ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതല്ലേ. പിന്നെ ചിക്കനും ഇനിയൊരു ഫ്രൈയും കൂടെ കഴിച്ചോ? ശരി, അത് ഞാൻ ചെറുത് കഴിച്ചോളാം. മീന് ശരിക്കും മീനും ഉണ്ടായിരുന്നില്ല. മീനില്ല, ആകെ കടയിൽ 4 മീനേ ഉണ്ടായിരുന്നു. അതെന്തോ ഞാൻ കേൾക്കാത്ത പേര്. ചോറും ഞാൻ വെച്ചതാ. മതി മോളെ, മതി. വേവൊക്കെ കറക്റ്റ് ആണെന്ന് നോക്കുന്നു. അതെ അപ്പൊ മീനില്ലാണ്ടിരുന്നിട്ട് ഞാന് അയാള് പറഞ്ഞു ഇങ്ങനെ അവര് പിടിച്ച മീനുണ്ട്, പിലോപ്പി എന്ന് പറഞ്ഞ മീനാണ്. അധികം വിശേഷം പറയണ്ട. അല്ല, ആ മീനാണ് കിട്ടിയതെന്ന് പറയായിരുന്നു. ഓക്കെ ഓക്കെ, എനിക്ക് വെക്കാൻ വേണ്ടിട്ട് അവിടെ നിന്നാണ് കിട്ടിയതെന്നല്ലേ? ഓക്കെ. ശരിക്കും പിലോപ്പി അച്ഛനുണ്ടെങ്കിൽ പിലോപ്പി വറ്റിച്ച് വെക്കും. പക്ഷെ എനിക്ക് വറ്റിച്ച് വെക്കണത്, എനിക്ക് ആ മുളക് കുറച്ചിരുന്നത് എനിക്ക് ഇഷ്ടം. ഒഴിച്ചോ? ഓക്കെ. എന്ത് ചെയ്യാനാ, എല്ലാത്തിനും ഞാൻ തന്നെ ഉള്ളൂ. അമ്മേനെ പഠിപ്പിച്ചു കൊടുക്കണം, തിന്നണം. ചോറ് കൂടിയുണ്ട്. ലൈഫ് ഇസ് ഹാർഡ്. പാപ്പുവിനത് ഭയങ്കര ഇഷ്ടപ്പെടുമല്ലോ. പാപ്പുവിന് ഇഷ്ടമുള്ള സാധനങ്ങളാ മീൻകറിയും ചിക്കൻ കറിയും. ശരി, ക്ലോസ് വന്നോ? ഞാൻ ഇത് കാണിച്ചു തരാം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഇങ്ങനത്തെ ഈ തേങ്ങ ഒഴിച്ച മീൻകറിയാണ്. നിനക്ക് മഞ്ഞക്കറിയല്ലേ ഇഷ്ടം? ഇത് മഞ്ഞ, ഈ മഞ്ഞ ഇല്ലല്ല, ഈ മഞ്ഞ എനിക്കിഷ്ടം. മഞ്ഞ ഒരു മഞ്ഞ കളറ് വേറെ ഉണ്ട്. ഇതിനകത്ത് കാശ്മീരി മുളക് പൊടിയാണ്. കഴിക്കട്ടെ ഞാൻ. ഓക്കെ, ഇല്ലല്ല, അടിപൊളി. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയല്ല ഗൈസ്. എപ്പോഴും തന്നെയൊക്കെയാണ് പറയണത്. അടിപൊളിയാ, സൂപ്പർ ആയിട്ടുണ്ട്. മീൻ വറുത്ത് സെപ്പറേറ്റ് ആയിട്ട് കഴിച്ചോക്കാം. മീൻ അങ്ങനത്തെ മീനല്ലേ മോളെ? നല്ലതല്ലേ? നല്ല മീൻ എന്ന് പറഞ്ഞാൽ പിലോപ്പിയാണ്. എന്തപ്പിയാന്നൊന്നും എനിക്കറിയാൻ പാടില്ല, പക്ഷെ അതാ ഭയങ്കര ഫ്രഷ് മീനായിരുന്നു. അത് ഞങ്ങൾ നന്നായി. നമ്മളിവിടെ മീൻ വറക്കുമ്പോ ഞാനും അബിയും പാപ്പും തമ്മിൽ അടി ഉണ്ടാവണത് ഇതിന്റെ മുകളിൽ കിടക്കുന്ന പൊടി കഴിക്കാനാണ്. അങ്ങനെ ഈ മീനിന്റെ സാധാരണ ഇങ്ങനെ കരിഞ്ഞായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. പക്ഷെ അമ്മ ഉണ്ടാക്കുമ്പോ അതിന്റെ പൊടി കരിഞ്ഞ് കാർബണൊന്നും ആയിട്ടുണ്ടാവില്ല. നല്ല ഒരു പ്രത്യേക തരം ടേസ്റ്റിലാണ് കിട്ടുക. അപ്പം ഞാൻ അറിയാണ്ട് പറഞ്ഞു അതില്ലേ അമ്മ ഉണ്ടാക്കുന്നത്. ശരി, അപ്പൊ ഇതാണ് ഇന്നത്തെ സത്യം. സ്വർണ്ണപാത്രം കൊണ്ട് മൂടി വെച്ചാലും അത് ഒരു നാൾ പുറത്തു വരും എന്ന് പറയുന്നത് ഇപ്പൊ മനസ്സിലായില്ല. എല്ലാവർക്കും അറിയാം. ഞാൻ ചുമ്മാ ഒരു ആഗ്രഹത്തിന് പറയണം എന്നല്ലേ ഉള്ളൂ. അപ്പൊ എന്നാ ഞാൻ കഴിക്കട്ടെ കേട്ടോ. ഇനി നാളെ ബാക്കി വിശേഷങ്ങളായിട്ട് വീണ്ടും ഭക്ഷണം കഴിക്കുമ്പോൾ വരാം. ബൈ.